അല്ല, ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ടുള്ള സന്ദേശമുണ്ട് കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ. ജനങ്ങൾ നൽകാൻ ഉദ്ദേശിച്ച സന്ദേശം വളരെ ക്ലിയറാണ്. അഹങ്കാരവും ധിക്കാരവും അതുപോലെ സ്വജനപക്ഷപാതവും അഴിമതിയും നിറഞ്ഞ ഒരു കാലഘട്ടത്തെ അവർ ഒട്ടും അംഗീകരിക്കില്ല എന്നുള്ളത് തന്നെയാണ് ആദ്യത്തെ പ്രഥമ പാഠം. അതുതന്നെയാണ് ഈ സർക്കാരിന്റെ ഏറ്റവും വലിയ ബാധ്യതയായിട്ട് മാറിയത്. ആ ബാധ്യത കേരളം ഉടനീളം ചർച്ച ചെയ്തതാണ് ജനങ്ങളുടെ മുന്നിലേക്ക്. ആ ബാധ്യതയെ പരിഹരിക്കുന്നതിന് പകരം, അതിന് പരിഹാരക്രിയ ചെയ്യുന്നതിന് പകരം ആ ബാധ്യത ഒരു അലങ്കാരമായി ഏറ്റെടുത്തുകൊണ്ട് അഹങ്കാരവും ധിക്കാരവും കൂട്ടുകയാണ് ഈ സർക്കാർ ചെയ്തത്. അതിലുള്ള ജനവികാരം കൃത്യമായി പ്രതിഫലിക്കുന്നതാണ്. ഇത് കേവലം ഐക്യ ജനാധിപത്യ മുന്നണി പ്രവർത്തകർ അവർ ആത്മാർത്ഥമായി പണിയെടുത്തിട്ടുണ്ട്. ആ പ്രവർത്തനങ്ങളെല്ലാം വളരെ ശ്ലാഘനീയമായ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്, നേതാക്കളും. പക്ഷെ അതോടൊപ്പം തന്നെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള കുറെ ആളുകളും ഈ തെരഞ്ഞെടുപ്പിൽ CPM-ന്റെ കോട്ടകൊത്തലങ്ങളിൽ നിന്ന് അവർക്കെതിരായിട്ട് വോട്ട് ചെയ്തിട്ടുണ്ട്. അത് അവരുടെ നിലപാടുകൾക്കെതിരായിട്ടുള്ള വോട്ടാണ്, കൃത്യമായ വോട്ടാണ്. ഈ പാർട്ടിയുടെ അപജയം കണ്ടിട്ട് മനം മടുത്തിട്ടുള്ള വോട്ടാണ്. അത് കൃത്യമായിട്ട് അറിയാം. ഇപ്പം എന്റെ കൂടെ നിൽക്കുന്ന ഇവിടെ അമ്പലപ്പുഴയിലുള്ള നമ്മുടെ വൻപിച്ച ഭൂരിപക്ഷത്തിന് വിജയിച്ച സ്ഥാനാർത്ഥി ശ്രീ G. സുധാകരൻ തന്നെ. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടപ്പോഴും അതിലെ തെറ്റുകൾക്കെതിരായിട്ട് ചൂണ്ടിക്കാണിക്കാറുണ്ടായിരുന്നു. അന്നൊക്കെ സഹിഷ്ണുതയുടെ നേട്ട പാർട്ടി പിന്നീട് കണ്ടത് അത്തരം വിമർശനങ്ങളെ ഒന്നും സഹിക്കാതെ വിമർശിക്കുന്നവൻ പോടാ പുറത്ത്, പുകഞ്ഞ കൊള്ളി പുറത്ത് എന്നുള്ള സമീപനമായിരുന്നു. അതാണ് ഇവിടെയും കണ്ടത്, തളിപ്പറമ്പിൽ കണ്ടത്, പയ്യന്നൂരിൽ കണ്ടത്. പയ്യന്നൂരിലൊക്കെ എന്റെ നിയമം, പിന്നെ ഞാൻ ജനിച്ചു വളർന്ന നാടാണ് പയ്യന്നൂർ. എന്റെ 19 വർഷത്തെ രാഷ്ട്രീയ പരിചയത്തിൽ അരിവാൾ ചുറ്റിക നക്ഷത്രമെന്ന് ആര് നിർത്തിയാലും 10,000, 30,000, 40,000 വോട്ടിന് ജയിച്ചു വരുന്ന സീറ്റാണത്. ആർക്കും കണ്ണുമടച്ചൊരു CPM സ്ഥാനാർത്ഥിക്ക് ആരായിക്കോട്ടെ നിൽക്കാവുന്ന സ്ഥലം. അവിടെ 7,000-ലധികം വോട്ടിന് കുഞ്ഞികൃഷ്ണൻ ജയിച്ചു വരിക എന്ന് പറഞ്ഞാൽ, അതും അരിവാൾ ചുറ്റിക നക്ഷത്രത്തിലുള്ള സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ പാഠം കൃത്യമാണ്. അത് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്തൊരു വിജയമാണോ ശ്രീ കെ സി വേണുഗോപാൽ? നിങ്ങളൊരു സന്ദേശം എന്ന നിലയ്ക്കാണല്ലോ കുഞ്ഞികൃഷ്ണനെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയത്. പയ്യന്നൂരത്തെ കാര്യം അങ്ങനെ തന്നെ. പയ്യന്നൂരിൽ CPM-ന്റെ വലിയ വോട്ട് വ്യത്യാസം ഉണ്ടാകും. CPM-ൽ നിന്ന് ഒരുപാട് പേര് ഇങ്ങോട്ട് വരും വിചാരിച്ചിരുന്നു. പക്ഷെ അത് ജയത്തിലേക്ക് എത്താൻ പറ്റുന്ന രീതിയിൽ ഇത്ര ഭീകരമായിട്ടുണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം 40,000-ഓളം വോട്ട്, 45,000 വോട്ട് ഒറ്റയടിക്ക് ഒരു അസംബ്ലിയിൽ മാറ്റിമറിക്കുക എന്ന് പറയുന്നത് അനായാസമായി നടക്കുന്ന കാര്യമല്ല. അവർക്ക് ഏറ്റവും നല്ല കാഡറുള്ള സ്ഥലം കൂടിയാണത്. അപ്പൊ അത് എന്തായാലും കുഞ്ഞികൃഷ്ണൻ അവിടെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമെന്ന് ഞങ്ങൾ ഉറപ്പിച്ച് വിശ്വസിച്ചിരുന്നു. പക്ഷെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഞാൻ നാട്ടിൽ പോയപ്പോൾ എനിക്ക് മനസ്സിലായി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പല സഹപ്രവർത്തകരും അവര് പകൽ പ്രകടനത്തിൽ പോവും, ജാഥയിൽ പോവും, പക്ഷേ അവര് കൃത്യമായി തീരുമാനമെടുത്തിരുന്നു കുഞ്ഞികൃഷ്ണനെ ജയിപ്പിക്കാൻ എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ കണ്ണൂർ വെച്ച് പറഞ്ഞത്, ഇപ്രാവശ്യം കണ്ണൂരിൽ അത്ഭുതങ്ങളുള്ളതായിരിക്കും ഈ തെരഞ്ഞെടുപ്പ്.